എല്ലാവർക്കും സ്വാഗതം. അലീന കോളിംഗ് ബെൽ അടിച്ചിട്ട് കാത്ത് നിൽക്കുകയാണെങ്കിൽ പുറത്ത്. അപ്പോൾ ബബിത മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ബബിതയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട്. വന്ന് ഡോറ് തുറക്കണ്ടേ. എന്തായാലും വന്ന് ഡോറ് തുറക്കുമ്പോൾ അലീന തന്നെയാണ് കാണുന്നത്. അലീനയെ കാണുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ആകെ ഒരു പേടിയും വിറയിലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലീന ഇങ്ങനെ ബബിതനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തെടുക്കായിരുന്നു, ഉറങ്ങായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ബബിതയാണെങ്കിലും അലീനയോട് പറയുന്നത്, അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ ഷോപ്പിലേക്ക് പോയി, നീ അച്ഛനെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് കേട്ടോ. ഇത് സ്കൂളിലെ ഹെഡ് മാഷ് പറയുന്ന പോലെയാണല്ലോ ഇപ്പോൾ നീ പറയുന്നത്. നീ എന്താ സ്കൂളിലെ ഹെഡ് മാഷാണോ, അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറയുന്ന പോലെ ഞാൻ അച്ഛനെ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അച്ഛനാണ് നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ കീ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നീ ഇവിടെ ഉണ്ട്, വീട്ടിലേക്ക് പോകാൻ എന്നോട് അച്ഛൻ പറഞ്ഞെന്ന് പറയുമ്പോൾ എന്തായാലും നീ അച്ഛനെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയൂട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ബബിത പറയുന്നുണ്ടായിരുന്നു, നീ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നാണല്ലോ പറഞ്ഞത്, എന്നിട്ട് എന്താ പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പോകണം അമ്മേനെ കാണാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, അമ്മ ഇന്ന് നീ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് കയറ്റേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഓ അങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെ പറയാൻ ഒരു വഴിയില്ല എന്നൊക്കെ അലീന പറയുന്നുണ്ട്. എന്തായാലും അച്ഛനെ കണ്ടിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറയുമ്പോൾ, അച്ഛനെ ഞാൻ ഇപ്പം തന്നെ വിളിക്കാം എന്ന് പറയൂട്ടോ. അപ്പോൾ വിളിക്കേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് ബബിത പറയുന്നുണ്ട്. അപ്പോൾ ബബിതയോട് നീ ഇപ്പം തന്നെ വിളിക്കുന്നു പറയുമ്പോൾ, ആദ്യം ഞാൻ എൻ്റെ സൗകര്യം പോലെ വിളിക്കുന്നതാണ് കേട്ടോ ബബിത പറയുന്നത് അലീനയോട്. എന്തായാലും അലീന അകത്തേക്ക് കയറുന്നുണ്ട്. അലീനയ്ക്ക് എന്തൊക്കെയോ പന്തികേട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറിയ ഉടനെ തന്നെ എല്ലാ റൂമിലും ഒക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അലീനയുടെ കൈ ഇവിടെ നിന്ന് ഒരു കത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാന്ന് ചോദിക്കും കേട്ടോ അലീന. ഇവിടെ ഏതൊരു കള്ളൻ കയറിയിട്ടുണ്ട്, എനിക്ക് മണം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട്, എല്ലായിടത്തും റൂമിലൊക്കെ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ ബബിത പറയും, ഇവിടെ ഒരു കള്ളന് കയറിയിട്ടില്ല, ഞാൻ ഡോർ ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഒരു കള്ളന് കയറിയിട്ടില്ല എന്ന് പറയും. അത് ചില കള്ളന്മാർ അങ്ങനെയാണ്, കീ ഹോളിലൂടെയും കയറും എന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനയുടെ റൂമിലും എല്ലായിടത്തും പോയി ഡോറൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. പക്ഷേ താഴെ എവിടെയില്ലാന്ന് അലീനയ്ക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ അലീന ഈ തരുന്ന കാണുമ്പോൾ തന്നെ ബബിതയ്ക്ക് ആകെ ടെൻഷനാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, നീ വന്നപ്പോൾ ഞാൻ നല്ല ഉറക്കായിരുന്നു, എനിക്കിന്ന് തലവേദന ആയതുകൊണ്ടാണ് ഞാൻ കോളേജിൽ പോകാതിരുന്നത്, നീ എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന തിരിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നീ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എനിക്കൊരു തലവേദനയുടെ ടാബ്ലറ്റ് വാങ്ങിച്ചു തരുമെന്ന് ചോദിക്കും. അപ്പോൾ തലവേദനയുടെ ടാബ്ലറ്റ് ആണോ നിനക്ക് വേണ്ടത്, എൻ്റെ കയ്യിലുണ്ടെന്ന് അലീന പറയും കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, അത് പറ്റില്ല, എനിക്ക് ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റിന് വേണം, അല്ലെങ്കിൽ അലർജി ഉണ്ടാവും എന്നാട്ടോ പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ പൈസ എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന വീണ്ടും സ്റ്റെയറൊക്കെ കയറിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, 2 സ്റ്റെപ്പ് കയറിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ബബിതയ്ക്ക് ആകെ ടെൻഷനാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൈസ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് എന്താ മരുന്നിൻ്റെ പേര് എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുന്ന സമയത്ത് ആ മരുന്നിൻ്റെ പേരും പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു മരുന്നൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. നീ ഫാർമസിസ്റ്റ് ഒന്നല്ലല്ലോ, എല്ലാ മരുന്നിൻ്റെയും പേര് അറിയാൻ വേണ്ടിയിട്ട് നീ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അലീന പറയും, എന്നാൽ എഴുതി താ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകുന്നു, ഞാനിപ്പോൾ എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് ബബിത പെട്ടെന്ന് അവിടെ നിന്ന് പോയിട്ട് വേഗം എഴുതാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴും അലീന മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു നിഴൽ ഇങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്യുന്നതായിട്ട് അലീന കണ്ടു കേട്ടോ. അപ്പോൾ നീ എവിടേക്ക് പോകുന്നത് വെച്ചിട്ട്, എന്തായാലും ഇവിടെ ഒരു കള്ളൻ കയറിയിട്ടുണ്ട്, അത് ഉറപ്പാണ്, ഞാൻ അവനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അലീന മുകളിലേക്ക് അങ്ങ് കയറി പോകും. ആകെ ടെൻഷനായി നിൽക്കുകയാണ് കേട്ടോ താഴെ ബബിതയാണെങ്കിലും. എന്നിട്ട് അലീന അപ്പോഴും ബബിത പറയുന്നുണ്ട്, മുകളിലൊന്നും ആരുമില്ല, ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്, അവിടെ ഒന്നും ആരുമില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ ആരോ കയറിയിട്ടുണ്ട്, അത് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് അലീന മുകളിലേക്ക് പോയി. എന്നിട്ട് എല്ലാ റൂമിലും നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമലാണെങ്കിലും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം അമൽ ഉള്ള റൂമിൽ തന്നെയാണ് അലീന ചെന്ന് ഡോർ തുറക്കുന്നത്. പക്ഷേ വാതിലിന്റെ മറവിലായതുകൊണ്ട് അലീന കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ എല്ലായിടത്തും നോക്കൂ കേട്ടോ. അലീനയ്ക്ക് അങ്ങനെ കാണാനൊന്നും പറ്റില്ല. പിന്നെ സ്റ്റെയറിന്റെ അവിടേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അമലിന്റെ കയ്യിൽ നിന്ന് എന്തോ ബാറ്റോ എന്തോ താഴെ വീണ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അലീന വീണ്ടും ആ റൂം തുറന്ന് നോക്കുന്നത്. ആരവിടെ എങ്ങനെ ചോദിക്കും കേട്ടോ. എന്താ പേരൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമലാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നീ എന്താ അവിടെ കള്ളനെ പോലെ വിളിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണെന്ന് പറയുമ്പോൾ, അല്ലാതെ അവിടെ കിടന്ന് ഇങ്ങനെ തിരിയേണ്ട, ആ മുടി എവിടെയെങ്കിലും കുടുങ്ങുന്നു പറഞ്ഞിട്ട് അലീന കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അമലിനോട് ചോദിക്കുന്നുണ്ട്, നീ നേരത്തെ ഒരു ദിവസം ഇവിടെ വന്നതല്ലേ, അന്ന് ഞാൻ നിനക്ക് വാങ്ങി തന്നതല്ലേ, നിന്നോട് ഇവിടെ കയറി ഇറങ്ങരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ ഇവിടുത്തെ വേലക്കാരിയല്ലേ എന്നാട്ടോ അലീന എന്നോട് തിരിച്ചു ചോദിക്കുന്നത്. എന്നിട്ട് അപ്പോഴേക്കും ബബിതയും കയറി വരും. അപ്പോൾ ബബിതയും പറയുന്നുണ്ട്, അവൻ എൻ്റെ ഗസ്റ്റാണ്, അവൻ ഞാൻ വിളിച്ചിട്ട് വന്നതെന്ന് പറയും കേട്ടോ. നീ നേരത്തെ അങ്ങനെയല്ലോ പറഞ്ഞത്, ഇവിടെ കള്ളന്മാരും ഇല്ല എന്നല്ലേ പറഞ്ഞെന്ന് പറയുമ്പോൾ, അവൻ കള്ളനല്ല, എൻ്റെ ഗസ്റ്റ് ആണെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നീട് അമലിനോടും അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുമ്പോൾ, ആ ചെക്കനാണെങ്കിലും ഇറങ്ങി പോകില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അലീന ഇങ്ങനെ പിന്നീട് അലീനയോടാണെങ്കിലും അവൻ പറയുന്നുണ്ടായിരുന്നു, നീ ഇവളുടെ വലിയ രക്ഷകനാവണ്ട, അവളെ ഇനി നിനക്ക് രക്ഷിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അലീന താഴേക്ക് ഇറങ്ങി പോകും. അപ്പോൾ ബബിത അമലിനോട് പറയുന്നുണ്ടായിരുന്നു, അവൾ അച്ഛനെ വിളിക്കാൻ പോവാണ്, എന്തായാലും ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അലീനയുടെ കൂടെ അവരും താഴേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ചെന്ന് ഇങ്ങനെ ബൈക്കൊക്കെ മുറ്റത്തേക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ ബബിതേനെ അലീന വിടുന്നില്ല കേട്ടോ. അലീനയോട് ബബിത പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവൻ്റെ കൂടെ പോവാണ്, നീ എന്തായാലും അച്ഛനെ വിളിച്ച് പറഞ്ഞേക്ക്, അച്ഛൻ എൻ്റെ പിറകെ വരട്ടെ എന്ന് പറയും. അപ്പോൾ എന്തായാലും പിന്നീട് രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ബബിത ആണെങ്കിലും അലീനയോട് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. പക്ഷേ എന്ത് വന്നാലും അലീന ബബിതേനെ വിടൂല കേട്ടോ. എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു. അലീന ഇങ്ങനെ ബബിതേനെ തടഞ്ഞു വെച്ചു കേട്ടോ. ബബിതയാണെങ്കിലും പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവനാണെങ്കിലും അപ്പോഴേക്കും അവിടെ വന്നിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. ബബിത വേഗം വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അവളങ്ങ് തള്ളി മാറ്റി വേഗം വാന്ന് പറയും. അപ്പോഴേക്കും അലീന ബബിതനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് അമലിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുണ്ട്. എന്നിട്ട് ഒരു ചൂലും കയ്യിലെടുത്തിട്ടുണ്ട്. നിന്റെ കൂടെ ഞാൻ വരാടാ, എവിടേക്കാ വരേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ആ ചൂല് കിട്ടിയ ചൂല് കൊണ്ട് അമലിനെ അടിച്ചു ഓടിക്കുന്നുണ്ട് കേട്ടോ. അമലാണെങ്കിലും വണ്ടി എടുത്ത് പെട്ടെന്ന് തന്നെ പോകും. ബബിത നമുക്ക് പിന്നെ കാണാൻ പറഞ്ഞിട്ട് അവൻ വേഗം രക്ഷപ്പെടും. പിന്നെ ബബിതയോട് അലീന ചോദിക്കുന്നുണ്ടായിരുന്നു, അവന് ബെഡ്റൂമിൽ വിളിച്ച് കയറ്റി കഥ കടച്ചിരുന്നിട്ട് എന്തായിരുന്നു പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പരിപാടി എന്ന് അലീനോട് ഒന്നും അറിയാത്ത പോലെ ബബിത ചോദിക്കുക. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, നിനക്കെല്ലാം അറിയാം, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാനിരിക്കുന്നതും എല്ലാം വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, പത്രത്തിൽ ഓരോ ന്യൂസ് കാണാറുണ്ട് ഞാൻ, പക്ഷേ നീ അതൊന്നും കാണാറില്ലല്ലോ, നീ ന്യൂസ് പേപ്പറും വായിക്കാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ അങ്ങേയറ്റം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, കായലും കയറും വിശക്കുപ്പിയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ ചെയ്തത് ശരിയാണോ എന്ന് ഞാൻ അച്ഛനേക്ക് ഒന്ന് അറിയിക്കട്ടെ, അല്ലെങ്കിൽ അമ്മേനെ അറിയിക്കാന്നൊക്കെ പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, അവരോടൊന്നും പറയണ്ട, ഞാൻ അമ്മലും തമ്മിൽ സ്നേഹത്തിലാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന പറയും, സ്നേഹിക്കാൻ കണ്ടൊരു സാധനം, അവൻ്റെ വീട് എവിടെയാണോ, അവൻ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടോ എന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, അമൽ എനിക്ക് എന്നെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അലീന തിരിച്ചും ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വാക്ക്, നീ ഇങ്ങനെ നെടുമ്പരിക്കൽ ബാലചന്ദ്ര മേനോന്റെ മകളാണ് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴും അലീനയോട് ഇങ്ങനെ ബബിത പറയുന്നത്, പ്രായപൂർത്തിയായ പെൺകുട്ടികളും ആൺകുട്ടികളും ഇങ്ങനെ പ്രേമിക്കുന്നത് എല്ലായിടത്തും ഉള്ളതാണ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേര് പ്രേമം, അതിനൊരു സുഖമുണ്ട്, പക്ഷേ ഇതിങ്ങനെ ഒരുത്തനെ വിളിച്ച് ഇങ്ങനെ ബെഡ്റൂമിൽ കയറ്റി കഥ കടിച്ചിരിക്കുന്നത് കാമം നിർത്താൻ വേണ്ടിയിട്ടാണ്, അതിന് പറയുന്ന പേര് കാമം എന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഉപദേശിക്കുമ്പോൾ ബബിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ബബിയാണെങ്കിലും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും കേട്ടോ.
അലീനയ്ക്കും ആകെ സങ്കടമാണ്. പിന്നീട് അലീനയാണെങ്കിലും റൂമിലേക്ക് വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെന്ന് തോന്നുന്നുണ്ട്. ബാഗിൽ നിന്ന് ഡ്രസ്സൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അതെല്ലാം ഇങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണല്ലോ അതെല്ലാം കാണുന്നത്. ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതാകെ നാശാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് എടുത്ത് നോക്കും, അപ്പോൾ എല്ലാം അതുപോലെ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അലീനയ്ക്കും ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. ഓരോരോ ഡ്രസ്സായിട്ട് എടുത്ത് നോക്കുമ്പോൾ അതെല്ലാം ആകെ നാശാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നീട് അലീനയാണെങ്കിലും കുറച്ച് സമയം അവിടെ തന്നെ അതെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നീട് അലീന മുറ്റടിച്ച് വരാനായിട്ട് മുറ്റത്തേക്ക് വന്നതാണ് കേട്ടോ. ഫ്രണ്ടിലെ മുറ്റം തൂക്കാനാണ് വന്നിട്ടുള്ളത്. ചൂലും കൊട്ടയെല്ലാം എടുത്ത് അവിടെ കൊണ്ടുവച്ച് മുറ്റെല്ലാം അടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൃഷ്ണമോൾ സ്കൂൾ വിട്ട് വരുന്നത് കേട്ടോ. കൃഷ്ണമോൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വീട്ടിൽ അലീനയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അലീന മുറ്റടിച്ച് വരുന്ന കാണുമ്പോൾ തന്നെ കൃഷ്ണമോളുടെ മുഖം മാറി നല്ല ചിരിയോടുകൂടി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അലീനയാണെങ്കിലും കൃഷ്ണമോളെ കാണുമ്പോൾ മോളെ നീ വന്നോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഓടി ചെന്നിട്ട് പിന്നീട് അലീനയുടെ അടുത്ത് ചെന്ന് കൃഷ്ണമോൾ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന ഉച്ചയ്ക്ക് വന്നു എന്ന് അറിയട്ടോ. അപ്പോൾ ഇവിടെ ആരും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട് അലീനയോട് കൃഷ്ണമോൾ. അപ്പോൾ ബബിത ഉണ്ടെന്ന് പറയൂ കേട്ടോ. എന്തായാലും പിന്നീട് അലീനയാണെങ്കിലും കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ബാഗിലുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സെല്ലാം കത്രിക വെച്ച് കട്ട് ചെയ്തിരിക്കുകയാണ്, അതാരാന്നറിയോ എന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഞാൻ കണ്ടില്ലല്ലോ, ചേച്ചിയുടെ ബാഗ് റൂമിൽ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛനോട് ഇത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോൾ. അച്ഛനോടൊന്നും പറഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എന്തായാലും എനിക്ക് നല്ല വിഷമമായി, ഇനിയിപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ പുതിയത് വാങ്ങിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അലീനയ്ക്കും ആകെ സങ്കടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു, ചേച്ചിയുടെ ബാഗ് റൂമിലല്ലേ, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് കൃഷ്ണമോൾ റൂമിലേക്ക് ചെല്ലും കേട്ടോ. അലീന മുറ്റടിച്ച് വാരുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കൃഷ്ണമോൾ ആ ബാഗെല്ലാം ബെഡിലേക്ക് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഡ്രസ്സൊക്കെ ഓരോന്നായിട്ട് എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കത്രിക വെച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബബിതയോട് ഇങ്ങനെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരാ ഡ്രസ്സെല്ലാം അങ്ങനെ കട്ട് ചെയ്ത് വെച്ചതെന്ന്. അപ്പോൾ ബബിത സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്, ഞാൻ തന്നെയാണ് രാത്രിയിൽ അവളുടെ ഡ്രസ്സെല്ലാം കത്രിക വെച്ച് കട്ട് ചെയ്ത് വെച്ചത്, വേണമെങ്കിൽ അവൾ ഉറങ്ങുമ്പോൾ അവളുടെ മുടി ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നൊക്കെയാണ് കേട്ടോ ബബിത കൃഷ്ണമോളോട് പറയുന്നത്. പിന്നീട് ആ ഡ്രസ്സെല്ലാം കയറിയത് ബാലേന്ദ്രൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബബിതയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത സമ്മതിക്കുന്നുണ്ട്, അവൾ തന്നെയാണ് ആ ഡ്രസ്സെല്ലാം അങ്ങനെ ആക്കി വെച്ചത്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ചീത്ത പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിച്ചോളൂ എന്നൊക്കെ ബബിതയോട് പറയുന്നുണ്ട്. പിന്നീട് അലീനയാണെങ്കിലും ബബിതയോട് പറയുന്നുണ്ട്, എനിക്ക് നന്നാവാൻ വേണ്ടിയിട്ട് ഞാനൊരു അവസരം തന്നാണെന്ന്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, നീ എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട, എൻ്റെ ജീവിതം നശിച്ച നാശകോശമായാലും ഞാൻ നിൻ്റെ അടുത്തേക്ക് വരില്ല എന്നൊക്കെയാണ് കേട്ടോ ബബിത അലീനയോട് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചത്.